നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. പൊതുപ്രവർത്തകർ സംശുദ്ധരായിരിക്കണം എന്നാണ് കേരളീയ ചിന്ത. അവർ ജീവിച്ചു പോകാനുള്ള അഴിമതി കാട്ടിയെന്നാലും ജനം സഹിക്കും. പക്ഷേ മദ്യപാനം, സ്ത്രീ വിഷയം എന്നിവയോട് പൊരുത്തപ്പെടാൻ കേരളീയ മനസ്സുകൾക്ക് അത്രയാകില്ല. പ്രത്യേകിച്ചും സ്ത്രീ വിഷയം. അത് പലരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ തകർത്ത ചരിത്രമാണുള്ളത്. ഇത് 60കൾ മുതൽ കേരളത്തിൽ കണ്ടുവരുന്നതാണ്. മുൻപ് നടന്നിട്ടുണ്ടാകുമെങ്കിലും ടി ചാക്കോ സംഭവമാണ് കേരളത്തിൽ കോളിളക്കത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് എത്രയെത്ര സംഭവങ്ങൾ. സൂര്യനെല്ലി, ഐസ്ക്രീം പാർലർ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ അത് നീളുന്നു. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമെല്ലാം സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവരുണ്ട്. അതിൽ മന്ത്രിമാരെന്നോ MLA എന്നോ വേർതിരിവൊന്നുമില്ല. എല്ലാവരും ഇതിൽ പെടും. കേരളത്തിൽ ഏറ്റവും നേരെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് സോളാർ കേസ്. ഒരു മന്ത്രിസഭയുടെയും മുന്നണിയുടെയും അടിത്തറ തന്നെ കോരിയ കേസായിരുന്നു അത്. പിണറായി മന്ത്രിസഭയ്ക്ക് തുടക്കം കുറിച്ചതും സോളാർ കേസിലെ ഇക്കിളിക്കഥകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. എന്നിട്ടോ ആ മന്ത്രിസഭയിൽപ്പെട്ടവർ അടങ്ങി നിന്നോ? സീനിയർ നേതാവായ ശശീന്ദ്രൻ മന്ത്രിയും ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങി മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തായി. അതൊരു ചാനൽക്കാർ ഒരുക്കിയ ഹണി ട്രാപ്പ് ആയിരുന്നെന്ന് പിന്നീടറിഞ്ഞു. അതേ മന്ത്രിസഭയിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ MLAയും സ്പീക്കർ ആയിരുന്ന രാമകൃഷ്ണനുമൊക്കെ ആരോപണ വിധേയരാകേണ്ടി വന്നത് ഈ മന്ത്രിസഭാ കാലത്താണ്. ആ കേസുകളൊക്കെ എവിടെയോ എന്തോ. മന്ത്രി ഗണേഷ് കുമാറിനെ പറ്റി പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. എങ്കിലും പൂച്ച എങ്ങനെ വീണാലും 4 കാലിൽ നിൽക്കുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇന്നും നിൽക്കുന്നു. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് 1/4 നൂറ്റാണ്ട് മുൻപേ നടന്ന ഒരു സംഭവത്തെ പറ്റി പറയാനാണ്. സംഭവം നടന്നത് 1999-ലാണ്. അന്ന് കേരളം ഭരിച്ചിരുന്നത് ഇടതു മുന്നണിയായിരുന്നു. സഖാവ് EK നയനാരായിരുന്നു മുഖ്യമന്ത്രി. നയനാർ മന്ത്രിസഭയിലെ വനം മന്ത്രിയായിരുന്നു ജനതാദൾ നേതാവായ നീലലോഹിത ദാസൻ നാടാർ. നീലനും അന്നൊരു കേസിൽ കുടുങ്ങി. ഇന്നും അവസാനിക്കാത്ത ഒരു സ്ത്രീ പീഡന കേസ്. വനം വകുപ്പിൽ ചീഫ് കൺസർവേറ്ററായ ഉദ്യോഗസ്ഥയെ ഔദ്യോഗിക ആവശ്യത്തിനായി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി മന്ത്രി ലൈംഗികമായി അതിക്രമിക്കാനാണ് ശ്രമിച്ചതെന്നാണ് കേസ്. 99-ൽ നടന്ന സംഭവമാണെങ്കിലും 2002 ഫെബ്രുവരിയിൽ മന്ത്രിക്കെതിരെ സമാന പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് മുൻപ് പറഞ്ഞ ചീഫ് കൺസർവേറ്റർ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നത്. വിചാരണ കോടതിയായിരുന്ന എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസിൽ അദ്ദേഹത്തിന് 1 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പിന്നീട് അത് 3 മാസത്തെ തടവായി കുറച്ചു. ശിക്ഷയ്ക്കെതിരെ നീലലോഹിതദാസൻ നാടാർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഹൈക്കോടതി നീലലോഹിതദാസിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായാണ് പരാതിക്കാരിയായ മുൻ IHS ഉദ്യോഗസ്ഥ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിയിൽ ഗുരുതരമായ നിയമ പിഴവുകൾ ഉണ്ടെന്നും വസ്തുതകൾ ശരിയായി പരിശോധിച്ചില്ലെന്നുമാണ് പരാതിക്കാരിയുടെ വാദം. തെളിവുകളുടെ അവഗണന, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷി മൊഴികളും തെളിവുകളും ഹൈക്കോടതി വേണ്ടത്ര പരിഗണിച്ചില്ല. കീഴ്ക്കോടതികൾ ശരിവെച്ച വസ്തുതകളെ തള്ളിക്കളഞ്ഞ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായ പിഴവുകളുണ്ട്. ഉന്നത പദവിയിലിരുന്ന ഒരാൾക്കെതിരെയുള്ള ഗൗരവകരമായ പരാതിയിൽ നീതി ലഭിക്കണമെന്നും വിധി പുനർപരിശോധിക്കണമെന്നുമാണ് ഹർജിയിൽ മുൻ ഉദ്യോഗസ്ഥ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വേട്ടക്കാർ ഇരയുടെ പിന്നാലെ ഓടി കുറച്ചു കഴിയുമ്പോൾ ഇരകൾ വേട്ടക്കാരുടെ പിന്നാലെ ജീവിതാന്ത്യം വരെ ഓടുന്ന കാഴ്ചകളാണ് നാം പലയിടത്തും ഇപ്പോൾ കണ്ടുവരുന്നത്. സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന ഈ കേസ് ജീവിത സായാഹ്നത്തിൽ നീലലോഹിതദാസൻ നാടാരെ ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് സുപ്രീം കോടതിയുടെ തീർപ്പ് വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.